ഹായ് ഫ്രണ്ട്സ്, വീക്കെൻഡ് ഫൺ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഭാഗ്യ പരീക്ഷണമായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഭാഗ്യ പരീക്ഷണം എന്ന് പറയുമ്പോൾ അറിയാലോ, ലോട്ടറി കച്ചവടം. അപ്പൊ നമ്മളിന്ന് കുറച്ച് ലോട്ടറി എടുക്കണേണ്. നമ്മള് ലോട്ടറി കടകളിൽ പോയി എടുക്കണല്ല, നമ്മുടെ വഴിയോര ലോട്ടറി കച്ചവടക്കാരില്ലേ, അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഈ വീഡിയോ 2-3 ചാനലുകളിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടേതായ ഒരു ഇതില് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് പരിപാടിയൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇന്ന് ലോട്ടറി ആയിട്ട് ഇറങ്ങാന്ന് നമ്മൾ വിചാരിച്ചു. ഇത്രയും പൈസ ഉണ്ട് നമ്മുടെ കയ്യില്, എത്രയെന്ന് പറയില്ല, എന്നാലും തിരക്കേടില്ലാത്തൊരു എമൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഫുൾ പൈസക്ക് ടിക്കറ്റ് എടുക്കണേണ്, കുറെ പേരുടെ നിന്ന് എടുക്കണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് ലോട്ടറി ചേച്ചി നടത്തുന്നുണ്ട് കേട്ടോ. ആ ചേച്ചിയുടെ അടുത്തേക്ക് വാ. നമ്മൾ ആദ്യത്തെ ലോട്ടറി എടുക്കണ ചേച്ചിയുടെ ചേച്ചി നല്ല നമ്പർ നോക്കി തന്നു. നമ്മളൊരു 5 ടിക്കറ്റ് എടുക്കണേ കേട്ടാ. ചേച്ചിയുടെ അടുത്ത് നിന്നാണ് എടുക്കണം. അപ്പൊ നമ്മൾ 5 ടിക്കറ്റ് എടുത്താണ് കേട്ടാ. അപ്പൊ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ അടുത്ത ആളുടെ അടുത്ത് എത്തിയുണ്ട് കേട്ടാ. ഒരു ചേട്ടൻ്റെ അടുത്ത് നിന്നാണ്. എടുത്തോട്ടെ, ഓക്കെ. നമ്മൾ ഇത്രയും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടാ. നീ ഇത്രയും പൈസയും കൂടി ബാലൻസ് ഉണ്ട്. അപ്പൊ ബാക്കിയുള്ളതിനും കൂടി നമ്മൾ ടിക്കറ്റ് എടുക്കണേ. അപ്പൊ നമ്മുടെ മച്ചാൻ അടുത്ത ചേട്ടൻ്റെ അടുത്ത് നിന്ന് ടിക്കറ്റ് എടുക്കണേണ്ട. അപ്പൊ നമ്മൾ ഇത്രയും ടിക്കറ്റ് എടുത്താണ്ട് കേട്ടാ. നമ്മളിത് എണ്ണി നോക്കിയിട്ടൊന്നുമില്ല, നമ്മൾ കാരുണ്യ ടിക്കറ്റ് എടുത്തേക്കണം. ഇത് എടുക്കാൻ കാരണം സർക്കാരിന്റെ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്കാണ് ഇതിന്റെ സഹായവും കാര്യങ്ങളൊക്കെ പോണത്. പിന്നെ വഴിയോര കച്ചവടക്കാരിൽ നിന്ന് നമ്മൾ എടുക്കാൻ കാരണം അവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ. അപ്പൊ നമ്മളും അതിന്റെ ഭാഗമായതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിൽ നിന്ന് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് സന്തോഷമുള്ളൂ. നമുക്കും ഇതിനകത്തൊരു ഭാഗമായ സാധിച്ചല്ല, അത് തന്നെ വലിയ കാര്യം. അപ്പൊ നമുക്ക് റിസൾട്ടിലേക്ക് നോക്കാം. അപ്പൊ നമ്മളിത് റിസൾട്ട് നോക്കാൻ വേണ്ട, റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഉണ്ടാകും നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ടിക്കറ്റ് നോക്കണേ കേട്ടാ. നോക്കട്ടെ, ഉണ്ടാകും നോക്കട്ടെ. അപ്പൊ ആദ്യത്തെ ടിക്കറ്റിൽ നമുക്കൊന്നുമില്ല കേട്ടാ, ജസ്റ്റ് നമ്പറിനൊക്കെയാണ് പോയേക്കണം. അത് 4439 ലാസ്റ്റ് നമ്പർ. പക്ഷെ ഇവിടെ വന്നേക്കണത് 4448 4420 ഒക്കെയാണ്. 5000 2000 ഒക്കെ വെച്ച് പോയേക്കണം. ആദ്യത്തെ ടിക്കറ്റിനൊന്നുമില്ല, നമുക്ക് അടുത്തത് നോക്കാം. ജസ്റ്റ് മിസ്. 2000 രൂപ. 2 നമ്പറിലടാ. 9042 2000 രൂപ പോയി. നാല് ലോട്ടറി ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഇതൊരു സെറ്റായിരുന്നു, ഇതിനകത്ത് ഒന്നുമില്ല. ഇപ്പൊ നമ്മളൊരു ഏകദേശം ഒരു പകുതി കഴിഞ്ഞ് ഒന്നുമില്ല. പിന്നെ അടുത്തത് നോക്കാം.
ഇതിനകത്തില്ല. പക്ഷെ നമ്മുടെ നമ്പറുകളൊക്കെ പോയേക്കണം ജസ്റ്റ് മിസ്സിനാണ്. എല്ലാം ഒരു 5000 2000 ഒക്കെ വെച്ചിട്ട് നിൽക്കാനുണ്ട്. ഒരു 3-4 നമ്പറിനൊക്കെയാണ് മിക്ക ടിക്കറ്റും പോയേക്കണം. അപ്പൊ ഇതിനകത്തൊന്നുമില്ല, യോഗമില്ല. അടുത്തത് നോക്കാം നമുക്ക്. ഒരു 3 ടിക്കറ്റ് ഉള്ളത് എടുത്തിട്ടുണ്ട്, അത് നോക്കട്ടെ. 500 ഇല്ല, 200 ഇല്ല. 100 രൂപ അടിച്ച ഗായ്സ്, 100 രൂപയിൽ 1170 ഉണ്ട്. അപ്പൊ അതിന് നമുക്കൊരു 3 ടിക്കറ്റ് ഉണ്ട്. അപ്പൊ ഒരു 300 രൂപയുണ്ട്. അപ്പൊ നമുക്കിത് ഇപ്പുറത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്ത് നോക്കാം. ഇനി കുറച്ച് ടിക്കറ്റും കൂടി ഉണ്ട്, കുറച്ചില്ല, ഒരു 5-8 കൂടി ഉള്ളു. അടിച്ചിട്ടുണ്ട് കേട്ടോ കാശ്, 500 അടിച്ചിട്ടുണ്ട് ഈ ടിക്കറ്റ്. 500 അടിച്ചിട്ടുണ്ട്. അപ്പൊ അപ്പൊ നമുക്ക് ഇത്രയും ടിക്കറ്റ് നോക്കിയാല് ഒരെണ്ണത്തിന് 500, ബാക്കി 100 വെച്ച് 3 ടിക്കറ്റിന് 300 അടിച്ചിട്ടുണ്ട്. അപ്പൊ മൊത്തം 800 രൂപ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. പിന്നെ കുറച്ച് നമ്പറുകൾക്കാണ് നമുക്ക് 5000-2000 ഒക്കെ വെച്ച് പോയേക്കണത്. അപ്പൊ നമ്മളിത് ചെയ്തത് ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിലും പിന്നെ വഴിയോര കച്ചവടക്കാരുടെ നിന്ന് എടുത്തത് അവർക്കൊരു സഹായമായിക്കോട്ടെ എന്നുള്ള രീതിയിലും, ഇത് കാരുണ്യ ആയത് കാരണം സർക്കാരിന്റെ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫണ്ട് പോകുന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ വീഡിയോ മറ്റു പല ചാനലുകളിലും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് നമ്മുടേതായ ക്രിയേറ്റിവിറ്റിയിൽ ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ലോട്ടറി കച്ചവടക്കാർ, പാവപ്പെട്ട കുറെ ആൾക്കാർ ലോട്ടറി വെക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് എടുത്തത് അവർക്കൊരു സഹായം കൂടി അവിടെ എന്നുള്ള രീതിയിലാണ്. പിന്നെ നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുള്ളതിൽ നമുക്കൊരു സന്തോഷമുണ്ട്. ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കും. ഒരിക്കൽ കൂടി പറയുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ബൈ.